ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഒരു വർഷത്തിൻ്റെ അവസാന നാളുകളിലേക്ക് നാം വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം കർത്താവ് നമ്മളോട് വലിയ കരുണ കാണിച്ചു. നാം ഈ ദിവസങ്ങളിലെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എങ്ങനെയാണ് ലഭിച്ചത്, അതിന് ഉപയോഗിച്ചിരുന്ന രീതികൾ എന്തായിരുന്നു, അത് എണ്ണ കൊണ്ട് ഒരു വിശുദ്ധ തൈലം ഉപയോഗിച്ചാണ് പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ അഭിഷേകമായിട്ട് നൽകിയിരുന്നത്. അങ്ങനെ ആ എണ്ണയാൽ അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ തലയിൽ ഒരു കിരീടമുണ്ടാവുകയും ആ വ്യക്തിക്ക് അധികാരവും പദവികളും ലഭിക്കുന്നതായിട്ട് നമ്മൾ കാണുകയുണ്ടായി. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന യാതൊരുവിധ ഭൂമിയിൽ നിന്നുള്ള വസ്തുക്കളും എടുക്കാതെ കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു എന്ന് പറയുന്നു. അതുപോലെ പുതിയ നിയമസഭാ വിശ്വാസികൾക്ക് ലഭിക്കുന്ന അഭിഷേകം എന്ന് പറയുന്നത് അത് വിണ്ണിൽ നിന്നുള്ളതാണ്, അത് മണ്ണിൽ നിന്നുള്ളതല്ല. ഈ അഭിഷേകം നമ്മൾ പ്രാപിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ അഭിഷേകം എങ്ങനെയാണ് നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയുക? ഈ അഭിഷേകം പ്രാപിച്ചില്ലെങ്കിൽ നമ്മൾ നരകത്തിൽ പോകുമോ? ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഇതിൻ്റെ മൂന്നാമത്തെ പാർട്ടിൽ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഇത് മൂന്നാമത്തെ പാർട്ടാണ്. ഇതാദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇതിൻ്റെ മുൻപുള്ള 2 പാർട്ടുകളും നിങ്ങൾ കാണുവാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇത് വളരെ പ്രയോജനകരമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ചെയ്യുന്ന ഒരു വീഡിയോയാണ്. ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാഭിഷേകം ലഭിച്ചില്ല എങ്കിൽ ആ വ്യക്തി നരകത്തിലേക്ക് പോകുമോ സ്വർഗത്തിലേക്ക് പോകുമോ, ഈ കാര്യങ്ങൾ കൂടി അതിൻ്റെ ആവശ്യകത എത്രയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ ഹൃദയത്തിൽ എന്താണ് ഇരിക്കുന്നത് അതായിരിക്കും പുറത്തേക്ക് വരിക. നമുക്ക് കൂടുതൽ പണം സമ്പാദിക്കണം എന്നുള്ളതാണ് നമ്മുടെ ചിന്ത എപ്പോഴും ഉള്ളതെങ്കിൽ നാം പണത്തെക്കുറിച്ച് മാത്രമായിരിക്കും, അതെങ്ങനെ അതിന് സോഴ്സ് കണ്ടെത്താമുള്ള എന്നുള്ളതിനെക്കുറിച്ചായിരിക്കും നമ്മുടെ ചിന്ത മുഴുവൻ. ഒരു സ്ഥാനത്ത് എത്തപ്പെടണമെന്നാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ നമ്മുടെ ചിന്താഗതി മുഴുവൻ ആ സ്ഥാനത്തേക്ക് എത്തപ്പെടുക, അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെയായിരിക്കും നമ്മുടെ ചിന്ത ഉണ്ടാകുന്നത്. എന്നാൽ എനിക്കൊരു ആത്മീകനായിട്ട് വളരണം, ദൈവവേലയിൽ വളർന്നു വരണം, കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി അവൻ്റെ രാജ്യത്തിൻ്റെ ഒരു നല്ല അംബാസഡറായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അധികവും വെളിയിലേക്ക് വരിക. ഒരാത്മീകനായി മാറണമെന്നുള്ള ആശ നമ്മുടെ ചിന്തയിലുണ്ടെങ്കിൽ, അതിനുള്ളൊരു മനസ്സ് നമ്മുടെ ചിന്തയിലുണ്ടെങ്കിൽ നാം എപ്പോഴും ആത്മീക കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരായിരിക്കും. നല്ല ആത്മീക ബുക്കുകൾ കളക്ട് ചെയ്ത് വായിക്കുക, നല്ല ചാനലുകളിലുള്ള ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ കേൾക്കുക, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ അതിനുവേണ്ടി ശ്രദ്ധിക്കുക. ഒരാത്മീകനാകുവാൻ നമ്മൾ അതിനുവേണ്ടി തുനിയുന്നത് അങ്ങനെയായിരിക്കും. അത് സഹോദരിമാരിലും അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ഒരുപക്ഷെ ഒരു കുടുംബത്തിൽ ഭർത്താവിന് ആത്മീകനാകാനുള്ള വലിയ ആഗ്രഹം ഉണ്ടാകും, ഭാര്യയ്ക്ക് അതുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവുകയില്ല. ചിലയിടത്ത് ഭാര്യയ്ക്ക് ആത്മീകയാകാനായിട്ട് വലിയ ആഗ്രഹം ഉണ്ടാകും, ഭർത്താവിന് അതുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അഭിഷേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യനെ അസാധാരണമായ ഒരു വ്യക്തിയാക്കി മാറ്റുന്നതാണ് അഭിഷേകം. ഒരു സാധാരണ മനുഷ്യനെ അസാധാരണമായ ഒരു വ്യക്തിയാക്കി മാറ്റുന്നതാണ് അഭിഷേകം. കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, ഞാനൊരു സഭയിൽ ഒരു മെസ്സേജ് കൊടുക്കാനായിട്ട് പോയി. ഞാനും വേറൊരു പാസ്റ്ററും കൂടിയാണ് പോയത്. അപ്പോൾ ആദ്യമേ അതിൻ്റെ ഊഴ എനിക്കായിരുന്നു. 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് അതിൻ്റെ അവസാന ദിവസത്തേക്കാണ് ഞങ്ങളെ വിളിച്ചിരുന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ അവിടെ വളരെ ഒരു നല്ല മെസ്സേജ് കൊടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സഹായിച്ചു. ഞാൻ അവരോട് പറഞ്ഞത്, ഞാനോ നിങ്ങളോ ഒരു സാധാരണ മനുഷ്യരല്ല. കാരണം ദൈവം തിരഞ്ഞെടുത്ത് ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്ന നമ്മൾ സാധാരണ മനുഷ്യരല്ല. എന്നാൽ നമ്മുടെ പലരുടെയും ജീവിതം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മനുഷ്യരെ പോലെയാണ്. എന്നാൽ അഭിഷേകം ഒരുവനിൽ വന്നു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യൻ അസാധാരണമായ ഒരു മനുഷ്യനായിട്ട് മാറുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഭയിൽ ഞാനായിരുന്നപ്പോൾ, ഞാൻ പല സഭകളിലും പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു സഭയിൽ, അത് ആത്മീയമായിട്ട് നല്ല നിലവാരം പുലർത്തുന്ന ഒരു സഭയായിരുന്നു. വലിയ ശുശ്രൂഷ നടത്തുന്ന ഒരു ദേവദാസൻ്റെ കീഴിലുള്ള ഒരു സഭയായിരുന്നു. അവിടെ അങ്ങനെ മീറ്റിങ്ങിൽ പങ്കെടുത്ത് പോരുന്നതിനിടയിൽ ഞാൻ ഒരു സഹോദരനുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പ് ആ കാര്യത്തിലില്ല എന്ന് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അങ്ങനെ ദൈവ നടത്തിപ്പൊന്നും ഇക്കാലത്തില്ല എന്ന് പറയുകയുണ്ടായി. എനിക്ക് കുറച്ച് സങ്കടം തോന്നി. എന്നാലും ഇപ്പോൾ അദ്ദേഹം ഒരു സഭയിലെ മൂപ്പനാണെന്നാണ് അറിയുവാനായിട്ട് കഴിഞ്ഞത്. ദൈവ നടത്തിപ്പില്ലാതെ എങ്ങനെ സഭയെ നടത്തിക്കൊണ്ട് പോകും എന്നെനിക്കറിയില്ല. എന്തുവാകട്ടെ, അങ്ങനെ നമുക്ക് അഭിഷേകം ലഭിക്കേണ്ടതിന് ആവശ്യമെന്ന് പറയുന്നത് നാം ഒരു ആത്മീയനായി തീർന്ന് ദൈവികമായ നടത്തിപ്പും ദൈവഹിതവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടാണ് നാം ഒരു ആത്മീയനാകണം.
എനിക്ക് ഈ കഴിഞ്ഞ മാസം എന്നെ ഒരു സഹോദരൻ അദ്ദേഹം നടത്തുന്ന സഭയിലേക്ക് എന്നെ വിളിച്ചു. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞു. ഇന്നും അദ്ദേഹം എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു കുറച്ച് കഴിയട്ടെ എന്ന് ഞാൻ പറഞ്ഞ് പതുക്കെ ഒഴിവാക്കാൻ തൊക്കെ ഇടയായിട്ട് തീർന്നു. നമുക്ക് അഭിഷേകമുണ്ടെങ്കിൽ എവിടെ പോകണം, എവിടെ പോകണ്ട, എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, ഇങ്ങനെയുള്ള ദൈവികമായ ആലോചനകളും നടത്തിപ്പുകളും നമുക്ക് ലഭിക്കും. നമുക്കറിയാലോ, നല്ല നോട്ടുണ്ടെങ്കിൽ കള്ളനോട്ടുണ്ട്, നല്ല ഉപദേശങ്ങളുണ്ടെങ്കിൽ മോശം ഉപദേശങ്ങളും എല്ലായിടത്തും ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് അനേകരെ വഴിതെറ്റിക്കുന്നത് ഈ ബൈബിൾ കോളേജിലെ പഠനമാണെന്ന് പറയേണ്ടി വരുന്നതിൽ എന്നോട് ക്ഷമിക്കണം. ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത് ബൈബിൾ കോളേജിലെ ഒരു വലിയ ഡിഗ്രി ഉണ്ട് എങ്കിൽ അയാൾ ഒരു വലിയ ആത്മീയനാണെന്നാണ് അനേക ആളുകളും ധരിച്ചു വച്ചിരിക്കുന്നത്. ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് വന്ന ഒരു സഹോദരൻ, അദ്ദേഹം ബൈബിൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ബൈബിൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതപ്പെട്ട പുസ്തകമാണ്. അപ്പോൾ ദൈവത്തെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ എത്ര അധികം അറിയുമോ അത്രയും മാത്രമേ വചനത്തിൻ്റെ ആഴങ്ങളെ ആ വ്യക്തിക്ക് ശരിയായ നിലയിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഇതെല്ലാം ബുദ്ധിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാനേ പറ്റുകയുള്ളൂ. അതിൻ്റെ ഒരു ജീവൻ വെളിയിലേക്ക് വരുവാനായിട്ട് സാധിക്കില്ല. ചില വർഷങ്ങൾക്ക് മുമ്പ്, കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, 1996 എന്നാണ് എൻ്റെ ഓർമ്മ. അതെ, ഞാൻ സ്നാനത്തെക്കുറിച്ച് 94 ജനുവരി 9 രക്ഷിക്കപ്പെട്ടെങ്കിലും സ്നാനപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പോയിക്കൊണ്ടിരുന്ന സഭയിൽ നിന്ന് ലഭിച്ച ഉപദേശം സ്നാനം ആവശ്യമില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ പോകെ തിരുവെഴുത്ത് പഠിച്ചു വന്നപ്പോൾ ദൈവാത്മാവ് അത് ബോധ്യപ്പെടുത്തി അങ്ങനെ സ്നാനം ആവശ്യമാണെന്ന് മനസ്സിലായി സ്നാനപ്പെടാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ സ്നാനപ്പെടാൻ പോകുന്ന വിവരം ഞാൻ പോകുന്ന സഭയിൽ പറഞ്ഞു. അവർ ശിശുസ്നാനത്തിന് മാത്രം മാതൃക കൊടുക്കുന്ന സഭയാണ്. അപ്പോൾ ആ വിവരം കുറച്ച് സ്പ്രെഡായി കഴിഞ്ഞപ്പോൾ അവരുടെ വേറൊരു സഭയിൽപ്പെട്ട, പുളിങ്കരയുള്ള ഒരു സഭയിൽപ്പെട്ട ഒരു സഹോദരൻ, ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ ശ്രമിച്ചു, കിട്ടിയില്ല. ആ സഹോദരൻ എന്നെ അവിടെ ഒരു വലിയ മീറ്റിങ്ങിൽ നടക്കുന്ന സമയത്ത് എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് ഒരാളെ പരിചയപ്പെടുത്തി. ആളെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഈ സഹോദരൻ ബൈബിൾ കോളേജിൽ പോയി ഇന്ന ഡിഗ്രി എടുത്തിട്ടുള്ള ആളാണ്, സ്നാനത്തെക്കുറിച്ച് ബ്രദർ ഈ സഹോദരൻ ചോദിക്കാനായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് അധികം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഞാൻ വിശദമായിട്ട് ആ വിഷയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടി ബൈബിളിൽ നിന്ന് പഠിച്ചു. സ്നാനം ദൈവത്തിൻ്റെ കൽപ്പനയാണെന്നും ദൈവത്തിൻ്റെ ആലോചനയാണെന്നും കർത്താവ് കാണിച്ചെന്ന മാതൃകയാണെന്നും അപ്പോസ്തലന്മാർ അത് നടപ്പിലാക്കിയെന്നും പരിശുദ്ധാത്മാവ് രേഖകളാക്കി നമുക്ക് നൽകിയിട്ടുണ്ടെന്നും അത് യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനങ്ങളോട് പങ്കാളിയായി തീരേണ്ട സ്നാനമാണ് എന്നുള്ളതിനെക്കുറിച്ചും ബോധ്യമായി കഴിഞ്ഞു. ഞാനത് ചെയ്യുവാനായിട്ട് പോവുകയാണ് എന്ന് പറയുവാൻ തക്കവണ്ണായിട്ട് തീർന്നു. ഞാനന്ന് അദ്ദേഹത്തെ വിളിച്ചു, കിട്ടിയില്ല. എനിക്കറിയാൻ കഴിഞ്ഞത് അദ്ദേഹം സ്നാനപ്പെട്ടു എന്നാണ്. അപ്പോൾ നമ്മുടെ ചില സമയത്തുള്ള അറിവില്ലായ്മകളൊക്കെ നമ്മളെ ഒരു തെറ്റായ രീതിയിൽ നടത്തിയെന്ന് വന്നേക്കാം. എന്നാൽ നമ്മുടെ ഉള്ളിൽ പരമാർത്ഥമായിട്ട് ദൈവത്തെ അറിയണം, ദൈവകൽപ്പനകൾ അറിയണമെന്ന് വിചാരിച്ച് നാം നടക്കുമെങ്കിൽ നമുക്ക് കുറേ കഴിഞ്ഞിട്ടാണെങ്കിലും തിരുവെഴുത്ത് പറയുന്നുണ്ടല്ലോ, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം കണക്കിടുന്നില്ല. അത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണെങ്കിലും രക്ഷിക്കപ്പെട്ടതിന് ശേഷം ചില നല്ല ഉപദേശങ്ങൾ പോലും നമ്മൾ ചിലപ്പോൾ അവഗണിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ നമുക്ക് കാര്യങ്ങൾ ബോധ്യമായി കഴിയുമ്പോൾ നാം അതിനോട് എത്രമാത്രം നീതി പുലർത്തുന്നു എന്നുള്ളത് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം സ്നാനപ്പെട്ടെന്ന് കേട്ടപ്പോൾ വലിയ സന്തോഷമുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ ശ്രമിച്ചത്. പക്ഷേ എടുത്തിട്ടില്ല. തിരിച്ചു വിളിക്കുമെന്ന് വിചാരിക്കുന്നു. എത്ര വർഷം ബൈബിൾ കോളേജിൽ പഠിച്ചാലും പരിശുദ്ധാത്മാവിൻ്റെ നിറവും സഹായവും പ്രാർത്ഥനയും ഇല്ലാതെ നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർത്തും നമ്മളൊരു പരീക്ഷനായിട്ട് മാറും. നമുക്കറിയാം, ബൈബിള് ഒത്തിരി പഠിച്ച് ബൈബിൾ വിഷയങ്ങളിൽ നല്ല ആഴമേറിയ പാണ്ഡിത്യം ഉണ്ടായിരുന്നാൽ പോലും ആ വ്യക്തി ഒരുപക്ഷെ ദൈവഹിത പ്രകാരം പോയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. ഒരു ബൈബിൾ കോളേജിലെ പഠനം കൊണ്ട് ഒരു പക്ഷേ അദ്ദേഹം ഒരു പരീശനോ ശാസ്ത്രീയമായി മാറിയേക്കാം. പുതിയ നിയമ തിരുവെഴുത്തുകളിൽ നമുക്ക് കർത്താവ് അത് കാണിച്ചു തരുന്നുണ്ട്. അവർ തിരുവെഴുത്തുകളെ അറിയുന്നു, എന്നാൽ അവർ തെറ്റിപ്പോകുന്നു. ലോകത്തിൽ ഏറ്റവും നന്നായിട്ട് ബൈബിൾ അറിയാവുന്ന ആളാണ് പിശാച്. പക്ഷേ അവനെ കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ, വല്ല ഗുണമുണ്ടോ? ബൈബിളൊക്കെ അവന് നന്നായിട്ട് അറിയാം. അവൻ കർത്താവിന് തന്നെ ബൈബിൾ വചനമൊക്കെ പറഞ്ഞു കൊടുത്തു. നീ ഇങ്ങനെ താഴേട്ട് ചാടുമ്പോൾ ദൂതന്മാർ നിൻ്റെ കാല് കല്ലിൽ പോകാതെ കാത്തോളൂന്ന് ദൂതന്മാർ പറഞ്ഞിട്ടില്ലേ? കർത്താവിന് വചനം പറഞ്ഞു കൊടുത്തവനാണ് പിശാച്. പത്രോസിൻ്റെ ഉള്ളിൽ വന്നിട്ട് പറഞ്ഞു കൊടുത്തു, നീ മറ്റേ ക്രൂശ് മരണമൊന്നും വേണ്ടാന്ന് പറയാൻ. കർത്താവ് പറഞ്ഞു, സാത്താനെ എന്നെ വിട്ടു പോകാനായിട്ട് പറഞ്ഞു. അപ്പോൾ പിശാചിന് വചനം അറിയാം. അതുപോലെ ബൈബിൾ ഒരു കെമിസ്ട്രി പഠിക്കുന്നത് പോലെ പഠിച്ച് നമ്മുടെ ബുദ്ധിയിൽ വെച്ചതുകൊണ്ട് അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകില്ല. ബൈബിൾ കോളേജിൽ പോകുന്നതിനെക്കുറിച്ചോ ബൈബിൾ പഠിക്കുന്നതിനെക്കുറിച്ചോ ഒന്നുമല്ല ഞാനീ പറഞ്ഞത്. പരിശുദ്ധാത്മ നിയോഗിതമായ പുസ്തകം, പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ നാം പഠിച്ചു വെച്ചതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. തിയോളജി എന്ന് പറയുമ്പോൾ അത് ആ വാക്കിൽ തന്നെ ചില കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആദ്യമേ ദൈവത്തെ തന്നെ അറിയണം, എന്നിട്ട് മാത്രമാണ് ദൈവത്തിൻ്റെ വചനം ശരിയായ നിലയിൽ അറിയുവാനും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ്
1-2 മാസങ്ങൾക്ക് മുൻപ് 2 മാസമായെന്ന് ഞാൻ വിചാരിക്കുന്നു, എന്നെ തെറി പറയാനായിട്ട് വിളിച്ചൊരു മനുഷ്യനാണ്. 9 പ്രാവശ്യം ബൈബിൾ വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്നെ തെറി പറയാൻ വിളിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹമായിട്ട് തെറി പറയാൻ വിളിച്ചു, ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് സുവിശേഷം അറിയിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മുട്ടുമടക്കി രക്ഷിക്കപ്പെട്ടു. ഇന്ന് ഈ അടുത്ത നാളുകളിൽ അദ്ദേഹം സ്നാനപ്പെടാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച സ്നാനപ്പെടേണ്ടായിരുന്നു, എന്നാൽ പാസ്റ്റർ പറഞ്ഞു ചില ആഴ്ചകൾ കൂടി കഴിയട്ടെന്ന് പറഞ്ഞ് എന്തോ ഒരു ചെറിയ തടസ്സം ഉണ്ടായിട്ട് അദ്ദേഹം വെയിറ്റ് ചെയ്യുകയാണ്. സ്നാനപ്പെടുവാൻ വേണ്ടി അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ബൈബിൾ കോളേജിൽ പോയതിനു ശേഷം പിന്മാറിപ്പോയ അനേക ആളുകളെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ കാണാനായിട്ട് സാധിക്കും. ബൈബിൾ കോളേജിൽ പഠിച്ചതാണ്, പക്ഷേ പിന്മാറ്റത്തിലാണ്. ബൈബിൾ കോളേജിൽ പഠിച്ചതാണ്, പക്ഷേ മദ്യപാനിയായിട്ട് മാറി. അങ്ങനെയുള്ള ആളുകളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോഴത്തെ മറ്റൊരു ട്രെൻഡ് എന്ന് പറയുന്നത് ബൈബിൾ പകർത്തി എഴുതുക എന്നുള്ളതാണ്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ചില വീഡിയോകൾ ഇങ്ങനെ വരാറുണ്ട്. 9 പ്രാവശ്യം ബൈബിൾ പകർത്തി എഴുതിയ ആൾ, 5 പ്രാവശ്യം ബൈബിൾ പകർത്തി എഴുതിയ ആൾ, 3 പ്രാവശ്യം ബൈബിൾ പകർത്തി എഴുതിയ ആൾ. ഇങ്ങനെ ബൈബിൾ പകർത്തി എഴുതിയ ആളാണ് ശാസ്ത്രിമാർ. അവരുടെ ജോലി തന്നെ ബൈബിൾ പകർത്തി എഴുതുക. ശാസ്ത്രി എസ്ര ഒരു ശാസ്ത്രിയായിരുന്നു. അദ്ദേഹം തിരുവെഴുത്ത് പകർത്തി എഴുതുന്നതായിരുന്നു അവരുടെ ജോലി. എന്നാൽ തിരുവെഴുത്തിൽ അടങ്ങിയിരുന്ന യേശുവിനെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. എസ്രായെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, പുതിയ നിയമത്തിലുള്ള ശാസ്ത്രിമാർക്ക് തിരുവെഴുത്തിൽ അടങ്ങിയിരുന്ന യേശുവിനെ അറിയുവാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ ബൈബിൾ പകർത്തി എഴുതിയത് കൊണ്ട് യേശുവിനെ അറിയാൻ കഴിയുമോ? ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകം മുഴുവൻ പകർത്തി എഴുതിയാലും അവർ വിഗ്രഹാരാധന വിട്ട് മാറുന്നില്ല എങ്കിൽ എന്ത് പ്രയോജനം? അവർ സ്നാനപ്പെടുന്നില്ല എങ്കിൽ എന്ത് പ്രയോജനം? അവർ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ എന്ത് പ്രയോജനം? അപ്പോൾ ബൈബിൾ പകർത്തി എഴുതിയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അതൊക്കെ ഇവരെ തെറ്റായ ധാരണകളെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബൈബിൾ പകർത്തി എഴുതിയ ആളാണ് എന്ന് പറയിക്കാനൊക്കെ സാധിക്കും എന്നുള്ളതിൽ കവിഞ്ഞിട്ട് അത് പരിശുദ്ധാത്മാവിനെ മഹത്വപ്പെടുത്തുവാനോ അല്ലെങ്കിൽ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. 3 വർഷം ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് ബൈബിൾ പഠിച്ച ആളാണ് പൗലോസ് അപ്പോസ്തലൻ. പക്ഷേ അദ്ദേഹം ഒരിക്കൽ പോലും തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ആ ബുദ്ധിയിലുള്ള പഠനം എടുത്തിട്ടില്ല. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടിയാണ് പൗലോസ് അപ്പോസ്തലൻ ശുശ്രൂഷ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവിനെ മഹത്വപ്പെടുത്താതെ, പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയില്ലാതെ ബൈബിൾ കോളേജിലെ പഠനം കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ചില പാസ്റ്റർമാർ പറയാറുണ്ട്, അദ്ദേഹം ഇത്ര ഡിഗ്രിയുള്ള ആളാണ്, 2 മണിക്കൂറൊക്കെ നിർത്താതെ പ്രസംഗിക്കും. 2 മണിക്കൂർ നിർത്താതെ പ്രസംഗിച്ചിട്ട് എന്താ കാര്യം? ഒരു പാപി മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് അവൻ സ്വർഗ്ഗരാജ്യത്തിൻ്റെ അവകാശിയായി തീർന്നാൽ നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. കാരണം സ്വർഗ്ഗത്തിലെ ദൂതന്മാർ സന്തോഷിക്കുന്ന ഒരു സംഭവമാണത്. ചില പാപികൾ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടുമ്പോൾ സ്വർഗ്ഗത്തിൽ ദൂതന്മാർ സന്തോഷിക്കും, ദൈവത്തിന് സന്തോഷം ഉണ്ടാവും, നമുക്ക് സന്തോഷം ഉണ്ടാവും. 2 മണിക്കൂർ നിർത്താതെ പ്രസംഗിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് പലരും അഭിഷേകത്തെക്കുറിച്ച് തെറ്റായിട്ടാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. എങ്ങനെയാണ് നമുക്ക് അഭിഷേകം പ്രാപിക്കാനായിട്ട് സാധിക്കുക? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്ന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പോൾ ഒന്നാമത് നാം രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ 2ാമത്തെ പടി മർക്കോസ് 16:15-16. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പിൻ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാക്കപ്പെടും. അപ്പോൾ ഒന്നാമത് വിശ്വസിക്കുക, 2ാമത് വിശ്വസിച്ചതിന് ശേഷം അവൻ സ്നാനപ്പെടുക. എന്നാൽ ഈ സ്നാനമെന്ന് പറയുന്ന വിഷയം അത് വളരെ ലളിതമാണെങ്കിലും പിശാച് ഏറ്റവും കൂടുതൽ മനുഷ്യനെ എതിർക്കുന്നതും തടുക്കുന്നതും സ്നാനപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. ചില പാരമ്പര്യ സഭകളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്ന ആളുകൾ അവർ പറയാറുണ്ട്, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു, പക്ഷേ ഞാൻ നിൽക്കുന്ന സഭയിൽ നിന്ന് സ്നാനപ്പെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ എൻ്റെ ജീവിതം അവർ അവസാനിപ്പിച്ച് കളയും, എന്നെ അവർ നശിപ്പിച്ച് കളയും. ശരിയാണ്, ചില സ്ഥലത്ത് ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ളവർ ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. കാരണം കൂടുതൽ രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിലേക്ക് വന്ന ഉടനെ തന്നെ അവൻ പിന്മാറിപ്പോകാൻ സാധ്യതയുണ്ട്. പിശാചും മനുഷ്യരും എല്ലാവരും കൂടി ഭയപ്പെടുത്തുമ്പോൾ ഒരുപക്ഷെ പിന്മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഞെരുങ്ങുന്ന ആളുകൾ പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യണം. എന്നാൽ ചില ആളുകൾ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നാലും വർഷങ്ങൾ കഴിഞ്ഞാൽ അവർ സ്നാനപ്പെടില്ല. അവരതിനകത്ത് അങ്ങ് കോംപ്രമൈസ് ആയി രക്ഷിക്കപ്പെട്ടോന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ടു എന്നുള്ള രീതിയിലിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ രക്ഷിക്കപ്പെട്ട് ഒരു വ്യക്തി സ്നാനപ്പെടണമെന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഞാൻ പരിശുദ്ധാത്മാഭിഷേകത്തിൽ നിന്ന് മാറിപ്പോകുന്നില്ല, അതിലേക്ക് വരുന്നതിന് മുമ്പുള്ള ചില സ്റ്റെപ്പുകളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ 9 മാസം ഒരു കുഞ്ഞ് ഗർഭം ധരിച്ച് 9 മാസം പ്രായമായിട്ടും പുറത്ത് വരുന്നില്ല എങ്കിൽ, ഞാൻ പറഞ്ഞത് സ്നാനപ്പെടാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ഒരു വ്യക്തി 1 ഘട്ടം 2 ഘട്ടം 3 ഘട്ടം കഴിഞ്ഞിട്ട് സ്നാനപ്പെടാതെ ന്യായീകരിച്ചിരിക്കുകയാണെങ്കിൽ, 9 മാസമായിട്ടും അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്ത് വന്നില്ല എങ്കിൽ പിന്നെ അപകടമാണ്, അമ്മയുടെ ജീവൻ ആപത്താണ്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പുണ്ടായി സ്നാനം ദൈവകൽപ്പനയാണെന്ന് ബോധ്യപ്പെട്ടു, വ്യക്തമായിട്ട് മനസ്സിലാക്കി, എന്നിട്ട് സ്നാനപ്പെടാതിരിക്കുന്നത് ഭയങ്കര അപകടമാണ്. അത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം മർക്കോസ്
നമ്മൾ യോഹന്നാൻ 3:16 നമ്മൾ വായിച്ചു വിശ്വസിക്കണം. മത്തായി മാർക്കോസ് 16:16 നമ്മൾ വായിച്ചു വിശ്വസിച്ച് സ്നാനമേൽക്കണം. ഇനി ഇത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ വിശ്വസിച്ച ഒരാൾ എന്ത് ചെയ്യണം? അയാൾ ഈ രക്ഷ പ്രാപിക്കാനായിട്ട് അത് ഏറ്റുപറയണം. റോമർ 10:9 വിശ്വസിച്ചാൽ മാത്രം പോരാ, പിശാചും മനുഷ്യനും ഭൂലോകവും പാതാളവും ദൂതന്മാരും എല്ലാവരും കേൾക്കെ അത് ഏറ്റുപറയണം. അലറേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വിശ്വാസത്തോടെ നീതിക്കായിട്ട് രക്ഷയ്ക്കായിട്ട് ഏറ്റുപറയണം. വിശ്വസിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, അത് അകത്തിരിക്കുകയാണ്, അകത്തക്രിയ നടക്കുകയാണ്. വിശ്വസിച്ച് യേശു മാത്രം കർത്താവെന്ന് രക്ഷയ്ക്കായിട്ട് വായ കൊണ്ട് ഏറ്റുപറയുമ്പോൾ അത് ഭൂലോകത്തിലും അധോലോകത്തിലും സ്വർലോകങ്ങളിലുമുള്ള എല്ലാവരും കേൾക്കും, അറിയും. പിശാചറിയും, ദൂതന്മാരറിയും, ചുറ്റുമുള്ള ജനങ്ങളറിയും, സഭയിലുള്ളവരറിയും, ജാതികളറിയും. ഏറ്റുപറയണം. അങ്ങനെ ഏറ്റുപറയുമ്പോൾ മഹാരാജാവായ കർത്താവായ യേശു അവൻ്റെ ഉള്ളിലേക്ക് എഴുന്നള്ളി വരും. അതാണ് രക്ഷയുടെ ഒരു പലവിധ സ്റ്റെപ്പുകളിൽ അതിൻ്റെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി വിശ്വസിച്ചാൽ മാത്രം പോരാ, അതതിൻ്റെ ഒരു വശമാണ്. അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തപ്പെടുന്നത് ഈ ഏറ്റുപറച്ചിലിൽ കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു വ്യക്തിക്ക് സ്വർഗത്തിൽ പോകുവാനായിട്ട് അവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടാൽ മതി. അതിന് യാതൊരു സംശയം വേണ്ട. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു വ്യക്തി അവൻ സ്വർഗത്തിൽ പോകുമെന്നുള്ളതിന് യാതൊരുവിധ സംശയം വേണ്ട. എന്നാൽ ചിലർ സീക്രട്ട് ക്രിസ്ത്യാനികളായിട്ട് ഇരിക്കുന്നുണ്ട്. അവർ ഒന്ന് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അത് ഒന്നെടുത്ത് പറയാൻ തക്കണം ഇടയായിട്ട് തീർന്നത്. ഇനി മറ്റൊന്ന്, നമുക്ക് ഈ ആരംഭത്തിൽ ഭയം മൂലം നമ്മൾ വിശ്വസിച്ചെങ്കിലും പുറത്തേക്ക് വരുവാൻ സാക്ഷികളാകുവാനൊക്കെ നമുക്ക് ഭയമുണ്ടാകും. എന്നാൽ കാത്തിരുന്ന് വിശ്വാസത്താൽ നമ്മൾ ധൈര്യം പ്രാപിക്കേണ്ട ആവശ്യമുണ്ട്. കാത്തിരിപ്പ് പരിശുദ്ധാത്മാവ് വന്നാൽ നമുക്ക് ധൈര്യമുണ്ടാകും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഒരു ധൈര്യമുണ്ടാകും. എന്തു വന്നാലും കർത്താവ് കാത്തുകൊള്ളുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകും. പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് നാം മാറും. അങ്ങനെ മാറണമല്ലോ. അപ്പോൾ രക്ഷ എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ്. അത് ഹൃദയത്തിൽ വിശ്വാസം മുഖാന്തരം അത് നാം ഏറ്റുപറയേണ്ട ആവശ്യമുണ്ട്. അത് ഭൂലോകവും പാതാളവും പിശാചും ദൂതന്മാരും എല്ലാം അറിയേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ദേശത്തിൻ്റെ മധ്യേ, ജനത്തിൻ്റെ മധ്യേ നമ്മളൊരു സാക്ഷിയായിട്ട് നിൽക്കേണ്ട ആവശ്യമുണ്ട്. ഇനി അഭിഷേകം. സ്നാനത്തിൽ പോകാൻ നമുക്ക് രക്ഷയും സ്നാനവും മതിയാവും എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ ഒരാത്മീകനാകണമെങ്കിൽ, പൂർണ്ണമായും ദൈവഹിതം ചെയ്യണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആവശ്യമായിരിക്കുന്നു. അതിന് യാതൊരു സംശയം വേണ്ട. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇല്ലാതെ നമുക്ക് ഒരു നല്ല ആത്മീകനായി ജീവിക്കുവാനോ അല്ലെങ്കിൽ ദൈവഹിതം പൂർണ്ണമായി ചെയ്തുകൊണ്ട് ജീവിക്കാനോ സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ച പൗലോസ് അപ്പോസ്തലൻ, ആ പൗലോസ് അപ്പോസ്തലൻ്റെ കയ്യിലിരുന്ന കർച്ചീഫിൽ പോലും അധികാരവും ശക്തിയും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തിമോത്തിയോസിൻ്റെ തലയിൽ അവൻ കൈവച്ചപ്പോൾ അവന് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ജന്മന മുടന്തനായിരുന്ന ഒരു മനുഷ്യനെ പൗലോസ് അപ്പോസ്തലൻ സുഖമാക്കുന്ന ഒരു രംഗമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോൾ അസാധാരണമായ വീര്യപ്രവൃത്തികൾ സംഭവിക്കും. അവിടെ ജന്മന മുടന്തനായിരുന്ന ഒരു മനുഷ്യൻ അത്ഭുതകരമായ ഒരു സൗഖ്യം പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. ഇത് കണ്ട അവിടുത്തെ ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ കാളയെയും മറ്റേ പൂമാലകളെയും എല്ലാം കൊണ്ടുവന്ന് പുരുഷാരത്തോട് ചേർന്ന് ഇവർക്ക് ഈ യാഗം കഴിക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അവർ വസ്ത്രം കീറി, ഞങ്ങൾ നിങ്ങളെപ്പോലെ സമസ്വഭാവമുള്ള മനുഷ്യർ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും ഉണ്ടാക്കിയ ദൈവത്തെങ്കിലേക്ക് തിരിയണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും അവൻ ദൈവത്തിൻ്റെ മഹത്വം സ്വന്തം നിലയ്ക്ക് അവൻ ഏറ്റെടുക്കുകയില്ല. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഇത്രയും വലിയ ശുശ്രൂഷ ചെയ്തതാണ്. അവൻ്റെ ഉറുമാൽ, അവൻ്റെ വസ്ത്രം, അവൻ്റെ കർച്ചീഫ് അതിൽ പോലും അഭിഷേകമുണ്ടായിരുന്നു. അവൻ കൈവയ്ക്കുമ്പോൾ തിമോത്തിയോസിന് അഭിഷേകം ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്ന് വെച്ചാൽ പൗലോസ് ദൈവമാണോ? പൗലോസ് ദൈവമൊന്നുമല്ല. എന്നാൽ പൗലോസ് ദൈവത്തിൻ്റെ ഒരു മന്ദിരമായിരുന്നു. പൗലോസിൻ്റെ ഉള്ളിൽ ദൈവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പൗലോസ് അവൻ്റെ മേൽ അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ അസാധാരണമായ വീര്യപ്രവൃത്തികൾ നടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ബൈബിൾ കോളേജിലെ ജ്ഞാനം വെച്ചോ അറിവ് വെച്ചിട്ടോ നമുക്കൊരു വീര്യപ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. അഭിഷേകം, അന്യഭാഷ, ഇതൊന്നും വേറെ രാജ്യത്തു നിന്ന് നമുക്ക് ഇങ്ങോട്ട് ചേക്കേറിക്കിട്ടിയതൊന്നുമില്ല. ഇതൊക്കെ തിരുവെഴുത്തുകളിൽ വ്യക്തമായിട്ട് നമുക്ക് രേഖയാക്കി പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ പരിശുദ്ധാത്മാ അഭിഷേകം എന്ന് പറഞ്ഞ്, അന്യഭാഷ എന്ന് പറഞ്ഞ് വഞ്ചനയിൽപ്പെടുന്ന ചില ആളുകളുണ്ട്.
ഒരിക്കൽ ഒരു വീട്ടിൽ ഞാൻ പോകാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. കാരണം അവിടെ ഒരാൾക്ക് അഭിഷേകം ലഭിച്ചു എന്ന് പറഞ്ഞ് വലിയ കോലാഹലങ്ങളുണ്ടാക്കി ഒരു ജനക്കൂട്ടം ആ വീടിന് ചുറ്റും കാവൽ നിൽക്കുകയാണ്. അപ്പോൾ എനിക്കും അറിവ് കിട്ടി. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ 3 കുട്ടി പാസ്റ്റർമാരിയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ അഭിഷേകം ലഭിച്ചു എന്ന് പറയുന്ന വ്യക്തിയുടെ അടുക്കൽ ഞാൻ പറഞ്ഞു, അഭിഷേകം ലഭിച്ചാൽ ദൈവനാമം മഹിമപ്പെടും. ഇപ്പോൾ ദൈവനാമം ദുഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് വചനത്തിൽ നിന്ന് പരിശോധിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പാസ്റ്റർമാർ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കതിനെക്കുറിച്ച് അറിയില്ലാത്തതുകൊണ്ടാണ്. അഭിഷേകം ലഭിക്കുമ്പോൾ അന്യഭാഷ ഉണ്ടാകും എന്നുള്ളതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അന്യഭാഷയൊന്നും എനിക്കത്ര സുഖകരമായിട്ട് തോന്നിയില്ല. എന്തായാലും ഞാനത് അവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. എന്നോട് ഞാൻ സംസാരിക്കാൻ ചെന്ന ആൾ അവിടെ ഇരിക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്തായാലും പിറ്റേ ദിവസം കേട്ടത് വളരെ വേദനാജനകമായ ചില കാര്യങ്ങളായിരുന്നു. അവർക്ക് എല്ലാവർക്കും മനസ്സിലായി അത് വ്യാജമായ ഒരു അഭിഷേകമായിരുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അപ്പോൾ നല്ല നോട്ടുണ്ടെങ്കിൽ കള്ളനോട്ടുണ്ട്. ശരിയായ നിലയിലുള്ള അഭിഷേകമുണ്ട്, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന അഭിഷേകമുണ്ട്. ഈ അഭിഷേകം എല്ലാവർക്കും ലഭിക്കുമോ? അതെ, ഈ അഭിഷേകം എല്ലാവർക്കും ലഭിക്കുകയാണ്. അന്ന് യെരൂശലേമിൽ കാത്തിരുന്ന 120 പേർക്ക് വേണ്ടി മാത്രമൊന്നുമല്ല ഈ അഭിഷേകം. അപ്പോസ്തലർ 2:17 പറയാണ്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. സകല ജഡത്തിന്മേലും ഈ അഭിഷേകം ദൈവം കൊടുക്കുവാൻ തയ്യാറാണ്. ഇത് ഒരു വ്യക്തിക്കോ 2 വ്യക്തിക്കോ അവരുടെ ക്വാളിറ്റി നോക്കിയിട്ടോ വിദ്യാഭ്യാസം നോക്കിയിട്ടോ ഒന്നുമല്ല. ദൈവഹിതം ചെയ്യണമെന്നും ഒരാത്മീകനായിട്ട് ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയുടെ മേലും ദൈവം ഈ അഭിഷേകം പകരുവാൻ തയ്യാറുള്ളവനാണ്. യോഹന്നാൻ 7-ാം അധ്യായത്തിൻ്റെ 37, 38, 39 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. അവനിത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെക്കുറിച്ച് ആകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടില്ലാത്തതിനാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. അതെ, യേശു കർത്താവ് തേജസ്കരിക്കപ്പെടുന്നതിന് മുമ്പ് ഈ പരിശുദ്ധാത്മാവ് വരുന്നതിനെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും, ദാഹിക്കുന്ന ഏവനും ഈ പരിശുദ്ധാത്മാവ് കൊടുക്കപ്പെടും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതിനങ്ങനെ ഒരു കാറ്റഗറി വെച്ചിട്ട് അങ്ങനെയല്ല. ഇത് ആഗ്രഹമുള്ള, ആവശ്യബോധമുള്ള ആർക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കും. ചിലർക്ക് വർഷങ്ങളുടെ കാത്തിരിപ്പ് വേണം. എനിക്ക് ഈ കഴിഞ്ഞ ഒരു വർഷമാണ് ഇതിൻ്റെ ഒരു നടത്തിപ്പും ഇതിൻ്റെ ഒരു അനോയിൻറ്റിങ്ങും ഒക്കെ എൻ്റെ മേൽ വീഴുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നത്. എത്രയോ വർഷം ഞാൻ ആഗ്രഹിച്ചതാണ്. എത്രയോ വർഷം ഒരു പിശാചിനെ പുറത്താക്കണം, ഒരു മന്ത്രവാദിയെ മുറിയടിക്കണം, ഇതൊക്കെ ഭയങ്കര ആഗ്രഹങ്ങളായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷമാണ് ദൈവം അതിനുള്ള അഭിഷേകം എൻ്റെ മേൽ തരുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നത്. അഭിഷേകം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദർശനങ്ങൾ കാണുവാൻ സാധിക്കും. പിശാച് എന്തൊക്കെ പ്ലാനുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എവിടേക്കാണ് നമുക്കെതിരെ ബലിപീഠങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്, എവിടേക്കാണ് മന്ത്രവാദികൾ നമുക്കെതിരെ ക്രിയകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം നമുക്ക് വിഷൻ മുഖാന്തരം ദൈവം കാണിച്ചു തരും. അത് അഭിഷേകം ലഭിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില കാര്യങ്ങളാണ്. യോവേൽ പ്രവചനത്തിൽ പറയുന്ന പോലെ, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശിക്കും. നമുക്ക് ദർശനങ്ങൾ കാണുവാൻ സാധിക്കും. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെ പോകരുത്, എവിടെ പോകണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. അതുകൂടാതെ ഒരു മന്ത്രവാദി അയക്കുന്ന പിശാച് ഏത് തരത്തിലുള്ള പിശാചാണെന്ന് പോലും നമുക്ക് കാണിച്ചു തരും. അതിനെ നമുക്ക് വെളിപ്പെടുത്തി തരും. അതിനെ നിർമൂലമാക്കുവാൻ നമുക്ക് സാധിക്കും. അഭിഷേകത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോസ്തലർ 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, അവിടെ അപ്പല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് അവിടെ ചെന്നിട്ട് ചില 10-12 ശിഷ്യന്മാരെ കണ്ടു. അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അവർ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അവർ യോഹന്നാൻ അന്ന് നടത്തിയിരുന്ന മാനസാന്തര സ്നാനമാണ് അവർ ഏറ്റിരുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പരിശുദ്ധാത്മാവിനെ അവർക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും അവർ പരിശുദ്ധാത്മാവ് ലഭിച്ചവരായി തീരുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പോകുന്നില്ല. ഇത് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന അടയാളമാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, അപ്പോസ്തലർ 1:8, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാവും. എല്ലാവരും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് ധൈര്യത്തോടെ നിൽക്കുവാൻ, നമുക്ക് യേശുവിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കുവാൻ, പ്രത്യേകിച്ച് ഈ കാലയളവിൽ സുവിശേഷം വിരോധികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ശക്തിയോടെ നിൽക്കുവാൻ തക്കോണം അഭിഷേകം നമുക്ക് ആവശ്യമാണ്. അഭിഷേകം പ്രാപിക്കാതിരുന്നുകൊണ്ട് നമ്മൾ സ്വർഗ്ഗത്തിൽ പോകാതിരിക്കുകയൊന്നുമില്ല. എന്നാൽ അഭിഷേകം പ്രാപിച്ചാൽ ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികൾ ഈ ഭൂമിയിൽ വെച്ച് നടപ്പാക്കുവാൻ തക്കോണം ദൈവത്തിൻ്റെ ഒരു നല്ല ഭൃത്യനും പടയാളിയുമായിട്ട് ദൈവം നമ്മെ ഉപയോഗിക്കുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ദൈവത്തിൻ്റെ പൂർണ്ണഹിതം ചെയ്യുവാൻ തക്കോണം അഭിഷേകം നമുക്ക് ആവശ്യമായിരിക്കുന്നു. ഒരു അഭിഷേകം ലഭിക്കാത്ത ഒരു മനുഷ്യനെ പിശാചിനെ എതിർക്കാനോ പിശാചിനെ പുറത്താക്കാനോ സാധിക്കുകയില്ല. എത്ര പ്രാർത്ഥിച്ചാലും പിശാച് പുറത്തു പോകുകയില്ല. എന്നാൽ അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തിയുടെ ഉള്ളിൽ പിശാചിരിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വെളിയെ പോകാൻ പറഞ്ഞാൽ പിശാച് വെളിയെ പോകും.
എന്നാൽ അഭിഷേകം പ്രാപിക്കാത്തൊരുത്തിന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ പിശാച് ആ വ്യക്തിയെ തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിലൊക്കെ അത് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുവാൻ ഒരു വാഞ്ചയോടുകൂടി നാം ദൈവത്തിൻ്റെ മുൻപാകെ നിന്നാൽ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കും. ഞാൻ 6 വർഷം കൂടിക്കൊണ്ടിരുന്ന ഒരു സഭയിൽ 6 വർഷമായിട്ട് ഞാൻ തുടർച്ചയായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അവിടെ അവസാന വർഷം ഞാനായിരുന്നു ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം മുതൽ പഠിപ്പിക്കുകയായിരുന്നു. ഒരു വർഷം കൊണ്ട് 16 അധ്യായം പഠിച്ചു കഴിഞ്ഞു. ഓരോ ക്ലാസ് എടുക്കുമ്പോഴും ഞാൻ മുൻകൂട്ടി അവരോട് പറയും, അടുത്ത ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ട് വരണമെന്ന് പറയും, വായിച്ചിട്ട് വരണമെന്ന് പറയും. അങ്ങനെ അവർ ചെയ്തുകൊണ്ടിരുന്നു. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് വിവാഹമോചനത്തെക്കുറിച്ചും പുനർവിവാഹത്തെക്കുറിച്ചുമായിരുന്നു. എന്നാൽ ആ സഭയിൽ അത് നടക്കാനായിട്ട് പോവുകയാണ്. എനിക്കത് അറിവുണ്ടായിരുന്നില്ല. എന്നാൽ ഞാനന്ന് ആ ക്ലാസ് തയ്യാറാക്കി, എൻ്റെ ക്ലാസ് തയ്യാറാക്കിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ആ ക്ലാസ് അവിടെ എടുത്തേക്കരുത്, അതെടുത്താൽ വലിയ പ്രശ്നം ഉണ്ടാകും, അവിടെ ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കാനായിട്ട് പോവുകയാണ്, നിങ്ങൾക്കത് അറിയില്ല എന്നുള്ളൂ, എനിക്കതറിയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓ അങ്ങനെയാണോ, ശരി. ഞാൻ പോയിരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് നീ ധൈര്യം തന്നാൽ, എനിക്ക് നീ കൃപ തന്നാൽ ഞാനിത് പറയും. ഞാൻ ദൈവവചനത്തെ വളച്ചൊടിക്കാതെ കൃത്യമായി പറയുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. ദൂരവ്യാപകമായ ഫലം അതിന്മേൽ ഉണ്ടായി. അത് ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. ഞാൻ ആ സഭ വിട്ടു പോന്നു. എന്നാൽ ആ സഭയിലുള്ളവർ ഇന്ന് ഈ ദൈവകൃപയാൽ എൻ്റെ വചനം കേൾക്കുന്നു എന്നുള്ളതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവ് എത്ര വലിയവനാണ്, എത്ര നല്ലവനാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരുന്നു എന്നുള്ളത് പിന്നീട് അത് തെളിയിക്കപ്പെട്ടു. അത് ലോകമെങ്ങുമുള്ള ആ സഭയുടെ ലോകമെങ്ങുമുള്ള ബ്രാഞ്ചുകൾ അതറിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവം അങ്ങനെ ആ നിലയിലൊക്കെ മഹത്വപ്പെടുത്തുവാനായിട്ട്, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നാൽ നാം ശക്തിയുള്ളവരായിട്ട് തീരും, നാം ധൈര്യമുള്ളവരായിട്ട് തീരും. നാം ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ദൈവത്തോടൊപ്പം നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. അത് ഏത് തലത്തിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ദൈവം അതിനായിട്ട് നമ്മെ ഉപയോഗിക്കും. ഇന്ന് ഈ വചനങ്ങളിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് വളരെ ആവശ്യമായിരിക്കുന്നു. ഈ തലമുറയിൽ ദൈവത്തിൻ്റെ വീരഭൃത്യന്മാരായിട്ട് ജീവിക്കുവാൻ തക്കോണം ദൈവം എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഈ നല്ല ദിവസത്തിനായിട്ട് അടിയങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഒരു പരീക്ഷനെ പോലെ, ശാസ്ത്രിമാരെ പോലെ വചനം ഞങ്ങളുടെ ബുദ്ധിയിൽ വെച്ചുകൊണ്ട് ജീവിക്കാനിടയാകാതെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നടത്തുമ്പോൾ ആ വചനത്തിലുള്ള ആഴമേറിയ സത്യങ്ങൾ ഞങ്ങൾക്ക് ഗ്രഹിച്ച് കിട്ടുവാൻ തക്കവണ്ണം ഞങ്ങളെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിച്ച് നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊള്ളുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ കൂടുതൽ അഭിഷേകത്തിൽ നിറയുവാനും ഞങ്ങൾക്കെതിരെ വരുന്ന പൈശാചിക ശക്തികളോട് പോരാടി ജയിക്കുവാനും ഞങ്ങൾ അഭിഷേകത്താൽ നിറയ്ക്കണമെന്ന് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ ശക്തി അതിന്മേലുണ്ടല്ലോ കർത്താവെ. അവിടുന്ന് ദാവീദിനെ അഭിഷേകം ചെയ്തു, അവിടുന്ന് ഗിദെയോനെ വിളിച്ചല്ലോ കർത്താവെ, പരാക്രമശാലിയെ എന്ന് വിളിച്ചല്ലോ കർത്താവെ. ഓ കർത്താവെ, അവൻ ഭയമുള്ളവരുവനായിരുന്നു, എന്നാൽ കർത്താവെ അവനെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിച്ചല്ലോ കർത്താവെ. ഞങ്ങൾ നോക്കുമ്പോൾ പഴയ നിയമ തിരുവെഴുത്തുകളിൽ ദൈവമേ ഭീരുക്കളും ഭയമുണ്ടായിരുന്ന ആളുകളെ അങ്ങ് പരിശുദ്ധാത്മാവിനാൽ നിറച്ച് അവരെ കണ്ട് വീരപ്രവൃത്തികളെ ചെയ്യിച്ചല്ലോ കർത്താവ്. ഈ തലമുറയിൽ അവിടുന്ന് ചെയ്യിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് വചനം കേട്ട മക്കളൊക്കെ അനുഗ്രഹിക്കണം. വിശേഷ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവരൊക്കെ കർത്താവ് സഹായിക്കാൻ അനുഗ്രഹം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായിട്ട് സ്തോത്രം. മഹത്വം എടുത്താട്ടെ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ വിശദമായ നാമത്തിൽ തന്നെ ആമേൻ.